നമുക്ക് നേരെ വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിവരങ്ങൾ സമഗ്രമായി നമുക്ക് അറിയേണ്ടതുണ്ട്. അവിടെ ചർച്ചയായ വിഷയങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നു അതിനൊക്കെ അനുസരിച്ച്, ആ പ്രതികരണത്തിനനുസരിച്ച്, പ്രചരണത്തിനനുസരിച്ച് പോളിംഗ് ബൂത്തിലേക്ക് ജനം എത്തിയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജോഷ്ലയുണ്ട് നമ്മളോടൊപ്പം വയനാട്ടിൽ നിന്ന്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഏതായാലും വയനാട് പോളിംഗ് ബൂത്തിലെത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും കാത്തിരിപ്പിലാണ്. വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, അവിടെ ഒരു ഭാഗത്ത് ആ മനുഷ്യരെ വഞ്ചിച്ചു പോയ കോൺഗ്രസും BJPയും നിൽക്കുന്നു. മറുഭാഗത്ത് ഉരുളെടുത്തു പോയ മനുഷ്യരുടെ ഉറ്റവർക്ക് കൂട്ടായി അവരെ കൈപിടിച്ചുയർത്തുന്ന സംസ്ഥാന സർക്കാർ നിൽക്കുന്നു. ഇതാണല്ലോ അവിടുത്തെ ഒരു വശമെന്ന് പറയുന്നത്. പൊതുസമൂഹം ആ വിഷയത്തെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ തരംഗം ആശയപരമായി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്നാൽ ഈ ആശയപരമായ മാറ്റം അത് വോട്ടിൽ പ്രതിഫലിക്കുമോ എന്നുള്ള ഒരു സംശയം അത് രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അത് UDF ആയാലും LDF ആയാലും ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വയനാട് ഒരു പഴയ വയനാടല്ല ഇപ്പോൾ എന്നുള്ളതാണ്. UDFൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. UDFിൻ്റെ പോര് രൂക്ഷമായിരിക്കുന്നു. വിമതശല്യം UDFിനെ വളരെയേറെ ബാധിച്ചിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുമാത്രമല്ല, ദുരന്തത്തിന് ശേഷം വയനാട് ആദ്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ, അല്ലെങ്കിൽ സർക്കാർ എങ്ങനെയാണ് വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്, ഇതൊക്കെ തന്നെ വലിയ വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വോട്ടിൽ പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യത്തിൽ UDFിലും ആശങ്കയുണ്ട്, അതേസമയം തന്നെ LDFിലും ആശങ്കയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നാൽ ചില ഇടങ്ങൾ, അതായത് പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 78 മേലെ 78.32% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 79.47% പോളിംഗിൻ്റെ ശതമാനം എന്ന് പറയുന്നത്. ഒന്നിലേറെ ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ പഞ്ചായത്തുകളിലായിരുന്നു കഴിഞ്ഞ തവണയുള്ള തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞത്. അത് നില മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. അതേസമയം തന്നെ ചില പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് വലതുപക്ഷവും ഉള്ളത്. ഇത് നാളെ നടക്കുന്ന വോട്ടെണ്ണലിൽ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് തെളിയും. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരു മുന്നണികളും വോട്ടിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് വോട്ടെണ്ണലിന് ശേഷമുള്ള അവരുടെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശരി, നമുക്ക് നോക്കാം ജോഷ്ല. ഏതായാലും കാത്തിരിക്കാം. ഇനി മണിക്കൂറുകൾ മാത്രമാണല്ലോ കാത്തിരിപ്പിന് ബാക്കിയുള്ളത്. ജോഷ്ലയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ആത്മവിശ്വാസം അവിടെ രണ്ട് മുന്നണികൾക്കുമുണ്ട്. പക്ഷേ LDFിനെ സംബന്ധിച്ച് അവിടെ ആത്മവിശ്വാസം കൂടുതലാണ് കേട്ടോ. ഞാനത് ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. കാരണം വേറൊന്നുമല്ല, വയനാട്ടിലെ ആ ദുരന്തമുണ്ടായപ്പോൾ ആ മനുഷ്യരെ ചേർത്ത് പിടിച്ച ഇടപെടലുകൾ ആ നാട്ടിൽ വലിയ മതിപ്പുണ്ട് എന്ന് എനിക്ക് അവരുടെ ആളുകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ്. അത് വോട്ടാകുമോ എന്ന് എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല, പക്ഷേ അത് വോട്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രമാത്രം മികവുറ്റ ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ടൗൺഷിപ്പിൽ നേരിട്ട് പോയിരുന്നു. ആ ടൗൺഷിപ്പിൽ ഇപ്പോൾ 100ാമത്തെ വീടിൻ്റെ വാർക്കയിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഡിസംബർ മാസം അവസാനമാകുമ്പോഴേക്കും അത് ഏകദേശം എല്ലാ വീടുകളുടെയും വാർക്കയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം മികവുറ്റ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ ടൗൺഷിപ്പ് നേരിട്ട് കണ്ടതാണ്, അവിടുത്തെ മനുഷ്യരുടെ പ്രതികരണം കേട്ടതാണ്. അന്നൊരു ചേട്ടൻ, മനോജ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ഈ ദുരന്തത്തെ അതിജീവിച്ചൊരു മനുഷ്യനാണ്. ആ ടൗൺഷിപ്പിൽ വീട് കിട്ടാൻ പോകുന്ന ഒരാളാണ്. എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 25,000 രൂപയുടെ സഹായം ഒരു മാസം സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് എന്നാണ്. 2 പേർക്ക് 9,000 രൂപ വെച്ച് കിട്ടും, 18,000 രൂപ, 6,000 രൂപ വീട്ടുവാടക കിട്ടും, ഒപ്പം തന്നെ 1,000 രൂപയുടെ ഭക്ഷ്യ കൂപ്പണും കിട്ടും. അങ്ങനെ 25,000 രൂപ ആ മനുഷ്യൻ്റെ കുടുംബത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് മനോവേട്ടൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, അതുപോലെ ആ ദുരന്തത്തിനിരയായ എല്ലാ കുടുംബങ്ങൾക്കും ഈ 25,000 രൂപ സർക്കാർ ഒരു മാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അപ്പുറം ഒരു മാതൃകാപരമായ ഇടപെടൽ വേറെ എവിടെയുണ്ട്? വേറെ എവിടെയെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോളൂ. ആ ടൗൺഷിപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ ലോകത്തിന് മുൻപിൽ കേരളം വയ്ക്കാൻ പോകുന്ന ഏറ്റവും വലിയ അതിജീവന മാതൃകയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രമാത്രം മികവിലാണ് അത് നിർമ്മിക്കുന്നത്.